തീർച്ചയായിട്ടും. അതായത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടി, അതിന് പിന്നാലെ മികച്ച നടനും നടിക്കുമുള്ള അവാർഡ് അതും മലയാളിക്ക് തന്നെ ലഭിക്കുകയാണ്. അല്ല, ലാലിന് കിട്ടിയത് 100% ഡിസർവിംഗ് ആണ് അദ്ദേഹം. വളരെ ഭാഗ്യമാണ്, മലയാളത്തിന്റെ ഭാഗ്യമാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ എനിക്ക് ആദ്യമായിട്ടാണ് അവാർഡ് കിട്ടുന്നത്, ഉർവശിക്ക് 2ാം പ്രാവശ്യമാണ്. അത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഈ പൂക്കാലം എന്ന സിനിമയ്ക്കാണ് ഇപ്പോൾ അവാർഡിന് ഇപ്പോൾ അങ്ങേ പരിഗണിച്ചിരിക്കുന്നത്. വളരെ വലിയ രീതിയിൽ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ നടത്തിയ ഒരു സിനിമയാണ്. പലപ്പോഴും ഈ കഥാപാത്രങ്ങൾ മാറുമ്പോൾ, പ്രത്യേകിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് അങ്ങ് തിരഞ്ഞെടുക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഞാൻ അങ്ങനെ തിരഞ്ഞെടുക്കുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ എന്നെ തേടി വരുന്നതാ. അങ്ങനെ തേടി വരുന്നു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ഈ 43 വർഷമായിട്ട് തുടർച്ചയായിട്ട് 50 വർഷമായ സിനിമ വന്നിട്ട്, പക്ഷെ 43 വർഷമായിട്ട് സിനിമ മാത്രമാണ്, അതിനുമുമ്പ് നാടകം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഈ കാലത്ത് എനിക്ക് ഈ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടും. പണ്ട് ചേറാടിക്കറിയ, പിന്നെ ഒരുപാട് അങ്ങനത്തെ പല റോളുകളും വ്യത്യസ്തമായ അപ്പിച്ചായി, ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടി എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ് ഭാഗ്യം. നമ്മൾ ഈ ഇരുത്തം എന്ന നടനിലേക്ക് മാറാൻ വേണ്ടി ഏറെ പ്രചോദനമായത് അച്ഛന്റെ ഒരു നാടക പാരമ്പര്യവും ആ ഒരു കാലഘട്ടവുമായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ എന്തെങ്കിലും ഒരു നടൻ എന്നുള്ളത് എൻ്റെ എന്തെങ്കിലും ആകുന്നത് എൻ്റെ ബേസ് നാടകമാണ്. നാടകത്തിലുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ്. നാടക ട്രൂപ്പിൽ അഭിനയിച്ചു. പിന്നെ ഒരുപാട് നടന്മാരെ അച്ഛൻ ട്രെയിൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തന്നെ അതിൽ നിന്ന് ഒരുപാട് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പല നടന്മാരും കഥാപാത്രങ്ങളെ എങ്ങനെ സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ എൻ്റെ പിൻബലം നടന്നുള്ള രീതിയിൽ. 20ാം നൂറ്റാണ്ടിൽ നിന്നും 21ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ മലയാള സിനിമയ്ക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ഒരു പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ അങ്ങയുടെ കാഴ്ചപ്പാട്? ടെക്നോളജി ഒരുപാട് മാറിയിട്ടുണ്ട്. എല്ലാ രീതിയിലും, ഷൂട്ടിങ്ങിലാണെങ്കിലും ശരി, ഡബ്ബിങ്ങിലാണെങ്കിലും ശരി. പണ്ടത്തെ കാലത്ത് നിന്ന് വളരെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോഴത്തെ സിനിമ പ്രൊഡക്ഷൻ. ആ ടെക്നോളജി മാറിയതിന്റെ വ്യത്യാസമാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അതോടുകൂടി പല പുതിയ ഐഡിയാസും കുട്ടികളിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ മാതിരി ഇപ്പം ലോക എന്ന് പറയുന്നൊരു സൂപ്പർമാൻ, അങ്ങനത്തെ ഒരു കഥ മലയാളത്തിൽ ഇത്രയും വിജയിക്കുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. അതിപ്പോൾ തമിഴിലും തെലുങ്കിലൊക്കെ ആണെങ്കിൽ വലിയ മുതൽ മുടക്കമുള്ള സിനിമകളായേനെ. ഇവിടെ അത് വളരെ ചെറിയ തുകയ്ക്ക് എടുത്ത് വളരെ ലാഭകരമായ രീതിയിലേക്ക് എത്തിക്കാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സാധിച്ചു. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പം, പുതിയ തലമുറ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ ഒരു ന്യൂജൻ അങ്ങനെയൊന്നുമല്ല, അവർ ഭയങ്കര മിടുക്കന്മാരാണ് ഇപ്പോഴത്തെ തലമുറയുള്ള കുട്ടികൾ. ഈ മറ്റ് ഭാഷാ മാധ്യമങ്ങൾ, മറ്റ് സിനിമകൾ പറയുന്നത് മലയാളികൾ വളരെ ചെറിയ പൈസയ്ക്ക് ഒരു സിനിമ എടുക്കുക, വലിയ ബിഗ് ബജറ്റിലേക്ക് അത് മാറുകയാണ് ചെയ്യുന്നതല്ല ഇപ്പോൾ? അതല്ല, അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു സിനിമ ഒരു 100 കോടി കളക്ട് ചെയ്യുന്ന എത്ര സിനിമകളുണ്ട്. 100 കോടി കളക്ട് ചെയ്താൽ പ്രൊഡ്യൂസർക്ക് എത്ര കിട്ടും? 40% ഒക്കെ വരുള്ളൂ ലാഭം, അല്ലെങ്കിൽ 45% പ്രൊഡ്യൂസർക്ക് കിട്ടും. അപ്പോൾ ഒരു 4.5 കോടി രൂപ മുടക്കി കഴിഞ്ഞാൽ, അല്ല 45 കോടി മുടക്കിയാൽ പിന്നെ 100 കോടി കിട്ടിയിട്ട് വലിയ കാര്യമുണ്ടോ? അപ്പോൾ ചെറിയ തുക മുടക്കിയിട്ട് വളരെ കുറവല്ലേ മലയാളം. പക്ഷെ ഇപ്പം മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ബാക്കി ഭാഷകളിലൊക്കെ ഹിന്ദി, തമിഴ്, തെലുങ്ക് അവരൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ ഡബ് ചെയ്തിട്ട് ആ പടങ്ങളൊക്കെ വരുന്നുണ്ട് ചാനലുകളിൽ. അപ്പോൾ അതവിടെ കാണുന്നുണ്ട് ആൾക്കാർ. പിന്നെ ചാനലിലെ മറ്റ് തിയേറ്ററിലും ഇവിടെ റിലീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ UK-ലും അതുപോലെ രാജ്യങ്ങളിലൊക്കെ പുറം രാജ്യങ്ങളും റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സ്ക്രീൻ കിട്ടുന്നുണ്ട്. അത് എന്തുകൊണ്ടെന്ന് മലയാള സിനിമ അത്ര നല്ല സിനിമകളായതുകൊണ്ടാണ്. അപ്പം പക്ഷേ പരീക്ഷണം എന്നുള്ള രീതിയിൽ ഇവിടെ വലിയ മുതൽ മുടക്കി ചെയ്തു കഴിഞ്ഞാൽ അതിന് എത്രമാത്രം ലാഭം ഉണ്ടാവണമെങ്കിൽ അങ്ങനെ ഒരു ഹിറ്റ് ആവണം. അത് ഈ അവാർഡിന് നിലവിൽ നിൽക്കുമ്പോൾ പഴയ കാലഘട്ടത്തിലെ നടന്മാർ, നടിമാർ, സംവിധായകർ, അതായത് സിനിമയുടെ പിന്നാമ്പുറത്ത് കുറച്ച് അതേ അനേക മനുഷ്യരുണ്ട്. അപ്പം അവരെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ എന്താണ് ഇപ്പോൾ ഈ ഒരു അഭിമാനത്തിന് നിലവിൽ നിൽക്കുമ്പോൾ തോന്നുന്നത്? പിന്നെ അവരിലെ കൂടെയല്ലേ മലയാള സിനിമ ഇത്രയും വളർന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ മാതിരി അവരൊക്കെയാണ് അങ്ങനെയാണല്ലോ. എല്ലാ കാലത്തും ഓരോ കാലത്തും ഓരോ ലെജൻസ് ഉണ്ടാകും. പിന്നെ അവരോടൊപ്പം ലെജൻസ് അല്ലെങ്കിൽ പോലും പുതിയ രീതികളിൽ സിനിമ ചെയ്യാൻ വേണ്ടി, സിനിമ എന്നല്ല എല്ലാ കലാരൂപങ്ങൾക്കും അങ്ങനെയാണ്. കാലം മാറുന്നതനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കും. അത് വളർച്ചയല്ല, തളർച്ച എന്ന് പറയുന്നതാണ് കുഴപ്പം. എന്നും കലയല്ലേ, എന്നും വളർന്നുകൊണ്ടേയിരിക്കുള്ളത്. എന്തായാലും ഇനിയും വലിയ നേട്ടങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഡൽഹിയിൽ നിന്നും ഇമ്രാൻ അൻസാരിക്കൊപ്പം സജു തോമസ്, മീഡിയ 1.